guys, welcome to my channel. This video is Nissan Tiida 2014 OEM front door speaker replacement. Replacement tools and the Bose speaker, Chavos Extreme 3-way speaker 300 watts 6.5 inch diameter tools 10 mm ratchet, Phillips star screwdriver, door trim removal tool, scissor, insulation tape, cutting plier, wire stripping tool, flat screwdriver with extension, just one scissor. Itra tools device on install cheyane vendathu. Ini installation like namukku kadakam. Left door ആണ് ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് വേണ്ടത് ഡോർ ട്രിം ടൂൾ. ഈ ടൂള് വെച്ചിട്ട് കറക്റ്റ് എഡ്ജിൽ കണക്ട് ചെയ്ത് ലിഫ്റ്റ് ചെയ്യാം. ഇതേപോലെ ലിഫ്റ്റ് ചെയ്യാം, സ്ലോലി ലിഫ്റ്റ് ചെയ്യാം. പതുക്കെ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ കണക്ഷൻ, പവർ വിൻഡോയുടെ കണക്ഷൻ ഓഫ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേബിൾ പിടിച്ച് റിമൂവ് ചെയ്യരുത്. ഈ ബട്ടൺമേൽ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം പതുക്കെ സ്ലൈഡ് ചെയ്യുക, അപ്പ് ചെയ്യുക, ഇതേപോലെ റിമൂവ് ചെയ്യാം. ഈ സൈഡും അതുപോലെ തന്നെ പുഷ് ചെയ്തതിന് ശേഷം പതുക്കെ ലിഫ്റ്റ് ചെയ്യാം. ഇതുപോലെ ലിഫ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് 10 mm റാച്ചറ്റ് കറക്റ്റ് ഒരൊറ്റ ബോൾട്ടിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡോറ് ഈ 10 mm റാച്ചറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡോർ ട്രിം റിമൂവ് ചെയ്യണം. ഡോർ ട്രിം റിമൂവ് ചെയ്യാൻ ഇവിടെ താഴത്തുനിന്ന് പതുക്കെ ലിഫ്റ്റ് ചെയ്യാം. വളരെ സ്ലോലി ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ടു 3 ലെഫ്റ്റ് പാനൽ ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തുനിന്ന് ഇതേപോലെ സ്ലോലി ട്രിം റിമൂവ് ചെയ്യാം. ട്രിം റിമൂവ് ചെയ്തതിന് ശേഷം ലിഫ്റ്റ് ചെയ്യുക പതുക്കെ. ഈ ഡോർ ട്രിം ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടും. ട്രിം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 10 mm റാച്ചറ്റ് വെച്ചിട്ട് ഈ 3 സ്ക്രൂ സ്പീക്കറിൻ്റെ അത് ആൻറ്റി ക്ലോക്ക് വൈസ് റിമൂവ് ചെയ്യും. ഇതുപോലെ അടുത്ത 2 സ്ക്രൂ റിമൂവ് ചെയ്യാം. ലാസ്റ്റ് സ്ക്രൂ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഈ കണക്ഷൻ, OEM കണക്ഷൻ ഇതേപോലെ കണക്ഷൻ ആയിരിക്കും, അതൊന്ന് ഓഫ് ചെയ്യുക. അത് ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം പുൾ ചെയ്യുക. ലാസ്റ്റത്തെ 10 mm റാച്ചറ്റ് സ്ക്രൂ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർ ഓഫ് ചെയ്യാം. ബൈ ഹാൻഡ് റിമൂവ് ചെയ്യാം. അടുത്ത് ഇത് 10 mm സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും സ്പീക്കർ അതിൽ സ്റ്റിക്ക് ഇരിക്കുന്നുണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. OEM സ്പീക്കർ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ബ്രാക്കറ്റിലാണ്. OEM ബ്രാക്കറ്റിൽ തന്നെ കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാ ബ്രാക്കറ്റ് കോസ്റ്റ്ലിയാണ് വാങ്ങുന്നത്. ചെയ്യേണ്ടത് ഈ കട്ട് ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം അപ്പ് മാർക്കറ്റ് സ്പീക്കർ ഈ സെയിം ബ്രാക്കറ്റിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. OEM സ്പീക്കർ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കണക്ടറും വെച്ചിട്ടാണ്. കണക്ടറിന് പകരം നമ്മൾ ഡയറക്റ്റ് കേബിളാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടത്, സക്സസ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതുള്ളത് കാണിക്കാം. ഓക്കെ, സ്റ്റോക്ക് സ്പീക്കറിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുക. ഇതിൽ ഈ കേബിള്
പാസീവ് കണക്ഷൻ കണക്ട് ചെയ്തിട്ടുള്ള പ്ലസും മൈനസും ആദ്യം ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം സിസർ വെച്ച് കറക്റ്റ് ഈ അലൈൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യാതെ എല്ലാ സൈഡും അതേപോലെ കട്ട് ചെയ്യുക. സ്പീക്കർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ പീൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ 2 ടെർമിനലും കൂടി റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്റ്റോക്ക് സ്പീക്കർ വെക്കാനുള്ള ഫേസ് പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ബോസ് ചാവോസ് എക്സ്ട്രീം എഡിഷൻ സ്പീക്കറാണിത്. CH6530 മോഡൽ നമ്പർ. 6.5 ഇഞ്ച് ഡയമീറ്ററാണ് സ്പീക്കറിനുള്ളത്. 300 വാട്ട്സും. സ്പീക്കറിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ കണ്ടൻറ്റ് അതിനുള്ളിലുണ്ട് എന്നുള്ളത്. 3 ഇയർ ഓൺലൈൻ വാറൻറ്റി ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റും ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. 1 പെയറാണ് 2 സ്പീക്കർ. 6.5 ഇഞ്ച് സ്പീക്കർ, 300 വാട്ട്സ്. ഒരു ഫേസ് പ്ലേറ്റ് ഉണ്ട്. വുഡ് എൻക്ലോസറിലാണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യാം. ഡോർ ട്രിമ്മിന് നോർമലി ഇതിൻ്റെ ആവശ്യമില്ല. സ്പീക്കർ കേബിൾ ഉണ്ട്. ഇതിൻ്റെ സ്ക്രൂ, കണക്ഷൻ സ്ക്രൂ ഇത്രയാണ് വരുന്നത്. ഓക്കെ, OM ബ്രാക്കറ്റിൽ സ്പീക്കർ കറക്റ്റായിട്ട് മൗണ്ട് ചെയ്യാം. കറക്റ്റായിട്ട് മൗണ്ട് ചെയ്തതിന് ശേഷം സ്ക്രൂ, ഫസ്റ്റ് ഒരു സ്ക്രൂ ജസ്റ്റ് കണക്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളി ഇത് ടൈറ്റ് ആക്കാൻ പാടുള്ളൂ. സ്ലിപ്പായിട്ട് ഇതിൻ്റെ ഡയഫ്രത്തിമേ വന്നിട്ട് ടച്ച് ആകരുത്, ഡാമേജ് ആവും. വളരെ ശ്രദ്ധിച്ച് ടൈറ്റ് ആക്കുക. ഒരു സ്ക്രൂ ഏകദേശം 85% ടൈറ്റ് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന സ്ക്രൂ കുറച്ച് പുള്ള് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ പുള്ള് ചെയ്തതിന് ശേഷം മാത്രം ആ സ്ക്രൂ ഇതിൽ ഇൻസെർട്ട് ചെയ്യാം. ബൈ ഹാൻഡ് ഒന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം പതുക്കെ ഒരു സപ്പോർട്ടിങ് ചെയ്തതിന് ശേഷം പതുക്കെ സ്ക്രൂ ടൈറ്റ് ആക്കുക. ഏകദേശം 85% ഈ സ്ക്രൂവും ടൈറ്റ് ആയാൽ തേർഡ് സ്ക്രൂ ഇനി 3 സ്ക്രൂ 100% സ്ലോലി ഫുൾ ടൈറ്റ്. ഓവർ ടോർക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 6.3 ഇഞ്ച് ഡയാമീറ്ററാണ് ഈ സ്റ്റോക്ക് സ്പീക്കറിൻ്റെ ബ്രാക്കറ്റ് വരുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ റൗണ്ടിൽ ഡയാമീറ്ററിലൊരു കുറവ് ഉണ്ടാവും. എന്നെങ്കിലും 4 സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ തന്നെ ടൈറ്റായിട്ടിരിക്കും. സ്പീക്കറിൻ്റെ കേബിള് ഈ മാനുഫാക്ചർ തന്നിട്ടുള്ളത് റിയർ ഡോറിനും കൂടിയിട്ടുള്ളതാണ്. ലെങ്തി കേബിളാണ്. ഇത്ര ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 1 ഫീറ്റ് കേബിൾ മാത്രമേ ആവശ്യമുള്ളൂ. 1 ഫീറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സസ് കേബിൾ ഞാൻ കട്ട് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് OM കണക്ടറിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റലേഷൻ മാത്രം ചെയ്യാം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിട്ട് വരുന്നത്.
OEM കണക്ടർ ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ ഓറഞ്ച് വരുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ സ്ട്രിപ്പ് വയർ കേബിൾ സ്ട്രിപ്പർ കൊണ്ട് സ്ലീവ് ഒന്ന് റിമൂവ് ചെയ്യാം. സ്ലീവ് റിമൂവ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ കേബിളും വളരെ സ്ലോലി റിമൂവ് ചെയ്യാം. ഗേജ് കുറഞ്ഞ കേബിളായതുകൊണ്ട് സ്ലീവ് വളരെ കുറവായിരിക്കും അതിലുള്ളത്. ഇത് കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് എക്സ് എന്നുള്ള ലെവലിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് വയർ പോസിറ്റീവ് കേബിളിൽ തന്നെ കണക്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തേക്കാണ്. ഇനി ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇൻസുലേഷൻ ചെയ്യാം. ഇൻസുലേഷൻ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്പീക്കർ കണക്ട് ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ പ്രോപ്പറായി കണക്ട് ചെയ്യാം. സ്പീക്കറിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് വലിയ വീതി കൂടിയ ടെർമിനലാണ്. അതിൽ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. ഇതേപോലെ കണക്ട് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് സ്ലീവ് കറക്റ്റ് അത് ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുക. അതേപോലെ നെഗറ്റീവ് ടെർമിനലും കറക്റ്റായി കണക്ട് ചെയ്യാം. നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തതിന് ശേഷം ഇനി സ്പീക്കർ പ്രോപ്പറായിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, സ്പീക്കർ കറക്റ്റായിട്ട് ഈ മൗണ്ടിങ് 1, 2 ഇത് കറക്റ്റായിട്ട് ഈ രണ്ട് മൗണ്ടിങ്ങിൽ ഈ ഹോളിൽ കറക്റ്റ് ഇൻസെർട്ട് ആയതിന് ശേഷം സ്പീക്കർ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ഈ കേബിൾ ഇതിലൂടെ പോകണം. ഈ സ്ലോട്ടിൽ കറക്റ്റ് ഇത് വെച്ചതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇത്ര ആവശ്യമുള്ളൂ. ഇനി 10 mm സ്ക്രൂ സ്ലോലി റാച്ചറ്റ് വെച്ച് ടൈറ്റ് ആക്കുക. ലാസ്റ്റ് സ്ക്രൂ. സ്പീക്കർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് ഡോറിൻ്റെ സ്പീക്കർ ഇൻസ്റ്റാളേഷൻ. ഇനി റിമൂവ് ചെയ്ത ട്രിം റീഫിക്സ് ചെയ്യാം. ഇതേ മെത്തേഡിൽ തന്നെ റൈറ്റ് ഡോറും ഫിക്സ് ചെയ്യുക. യാതൊരു വ്യത്യാസവുമില്ല. ഇനി ഡോർ ട്രിം എങ്ങനെ ബാക്ക് ടു ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി കാണിക്കാം. ഡോർ ട്രിം റിമൂവ് ചെയ്ത പോലെ രണ്ട് സൈഡിലും കറക്റ്റ് വെച്ചതിന് ശേഷം ഇതിൽ ടോപ്പിൽ കറക്റ്റായിട്ട് താഴത്തേക്ക് പുള്ള് ചെയ്ത് കറക്റ്റ് എഡ്ജെല്ലാം കറക്റ്റ് ആയതിനു ശേഷം എല്ലാ ഭാഗവും പ്രസ് ചെയ്യുക. ഇതാ ഇവിടെയുള്ള ക്ലിപ്പുകളൊക്കെ ഡോർ റൈറ്റ് സൈഡ് എല്ലാ ക്ലിപ്പും ഫിക്സ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതും കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ 10 mm സ്ക്രൂ റാച്ചറ്റ് വെച്ച് ക്ലോക്ക് വൈസ് ടൈറ്റ് ആക്കുക. നെക്സ്റ്റ് പവർ വിൻഡോ കൺട്രോള് തിരിച്ച് അതേപോലെ തന്നെ ഫിക്സ് ചെയ്യാം. കൺട്രോൾ ഫിക്സ് ചെയ്യേണ്ടത് ഇതാ ഇത് പ്രസ് ചെയ്തു. ഈ സ്വിച്ചും അതേപോലെ ഫിക്സ് ചെയ്തു. ജസ്റ്റ് ഇതിന് പ്രത്യേകിച്ച് സ്വിച്ചൊന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് ഡോറ് കഴിഞ്ഞു. ഇതേപോലെ തന്നെ റൈറ്റ് ഡോറും സ്പീക്കർ റീപ്ലേസ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഫിക്സ് ചെയ്തു. രണ്ട് സ്പീക്കറും റൈറ്റും ലെഫ്റ്റും ഫിക്സിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റി.
ടീഡ 2014 OEM സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക.